Watch India's largest kids library only on Jio Hotstar. Download the app now. വേഗം നടക്ക്, അല്ലെങ്കിൽ ബോസ് ചീത്ത പറയും. അല്ലെങ്കിൽ ആളൊരു ചൂടനാ. വളരെ സൂക്ഷിക്കണേ, അല്ലെങ്കിൽ ആ ശില താഴോട്ട് വീഴും. വേഗം നടക്ക്. വളരെ സൂക്ഷിച്ച് പതുക്കെ പൊക്കിയാ മതി കേട്ടോ. നോക്കി പിടിക്കടാ. സൂക്ഷിച്ചുകൊണ്ട് പോടേ, അല്ലെ കോടിക്കണക്കിന് നഷ്ടം വരും. അതിലുള്ള പെയിന്റ് ഒക്കെ ഉണങ്ങിയാന്നൊന്ന് തൊട്ട് നോക്കിനടേ, വേഗം ആവട്ടെ. ഉണങ്ങി ബോസ്, രണ്ടും കാണാൻ ഒരു പേലയുണ്ട് ബോസ്. ഈ മൂർത്തിക്കാരന്റെ ശ്രമം ഒരിക്കലും പാഴാവില്ല. ഇതുപോലെ എല്ലാ സ്റ്റേറ്റും ഞാൻ മാറ്റിയെടുക്കും, എന്നിട്ട് കോടികൾ ഉണ്ടാക്കും. ആരും കണ്ടുപിടിക്കില്ല. ഹലോ, പറയടാ, എന്താടാ നീ പറയണ? ബോസ് സ്കൂൾ പിള്ളേരുടെ പിക്നിക്കിനായിട്ട് വരുന്നുണ്ടെന്ന്. എന്തോന്ന് പിക്നിക്ക് പിള്ളേര് വരുന്നുണ്ടെന്നോ? എന്തോന്നാടെ, സീസൺ പോലും ആയിട്ടില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഈ സീസണിൽ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. ചെല്ല്, ആരെങ്കിലും ചെന്ന് തടയാൻ നോക്ക്. ഒരൊറ്റ പിള്ളേര് പോലും ഇതിനകത്ത് വന്ന് എത്തിപ്പോലും നോക്കരുത്. ബോസ് വിഷമിക്കണ്ട, അതിനുള്ള എല്ലാ ഏർപ്പാടും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, ഇയാള് കൊള്ളാലോ. എനിക്ക് തോന്നുന്നത് ഈ ബസ്സാണെന്നാ. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു നോക്കാം. ഹലോ, പറയടേ, എന്ത് ബസ് വരുന്നുണ്ടേ? ഡേയ് വാടാ, ബസ് വരുന്നുണ്ടെന്ന്. വണ്ടി നിർത്തോ, വണ്ടി നിർത്താനല്ലേ പറഞ്ഞേ? ഇതേ സ്കൂൾ ബസ്സാ, അങ്ങനെ പെട്ടെന്നൊന്നും നിർത്താൻ പറ്റില്ല. ഇത് ഗുണ്ടകളാണ് കേട്ടോ. ലഡ്ഡു സിംഗ് സാറേ, നമ്മൾ എന്താ ചെയ്യാ? അതെ, ഞാൻ എന്ത് പറയാനാണ്, ഞാൻ തന്നെ ഇവിടെ പേടിച്ചിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യേ, ബസ് നിർത്താതെ ഓടിച്ചോണ്ടിരിക്കേ. ഞാനിപ്പോ അത് തന്നെയാണ് ചെയ്യണേ ലഡ്ഡു സിംഗ് സാറേ. ഇതിൽ കൂടുതൽ സ്പീഡൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? ശിവയോട് ചോദിച്ചു നോക്കട്ടെ. ശിവ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. വണ്ടി നിർത്താൻ നോക്ക്. കുട്ടി, വഴിന്ന് മാറ്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഓടിക്കോ. എല്ലാരും ഓടിപ്പോയി. ഐ, കണ്ടില്ലേ, എല്ലാം പന്നിക്ക് വെടികൊണ്ടമാരില്ലേ ഓടുന്നത്. ഒരു കാര്യം നന്നായി, നിങ്ങളുടെയൊക്കെ പ്രൊട്ടക്ഷന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായത്. അല്ലെങ്കിൽ എന്തേലും സംഭവിച്ചാ എന്താ ചെയ്യാ? ഒരു ഭീകര പയ്യന്റെ അടിയുമായിക്കൊണ്ട് വന്നിരിക്കുന്ന കുട്ടീന്ന് വിളിച്ചപ്പോഴാ ബോസ് അവന്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടത്. എന്റെ അമ്മോ, എന്ത് ഫൈറ്ററാ കുട്ടി. ഓ, എന്നാ പിന്നെ വിട്ടേക്ക്, വേറെ എന്തെങ്കിലും പണി നോക്കാം. ആ പിള്ളേരെ ഇവിടുന്ന് പേടിപ്പിച്ച് ഓടിക്കണം. എല്ലാരും പോയി ഭൂതവേഷം കെട്ടിനടേ. ബോസേ, ഞാൻ അവനെ പേടിപ്പിച്ചോളാം.
കൈയൊക്കെ കൈ വഴുക്കുന്നിട്ട് മുറുകെ പിടിച്ചോ. എന്തൊരു കനോ ഇതിന്. നല്ലോണം ആക്ഷൻ ചെയ്യണേ. അവരൊക്കെ വരുന്നുണ്ടോ തോന്നുന്നു. ഓടിക്കോ ഓടിക്കോ. ഓ ഞാനും വരുന്ന. നല്ല ഭംഗിയുള്ള സൂക്ഷിച്ച് നടക്കണം കേട്ടോ. നല്ല ഭംഗിയുള്ള ശില്പങ്ങളാ. എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഈ ഗുഹയ്ക്കകത്ത് ഭൂതങ്ങളുണ്ടെന്ന് പറയുന്നു. നിങ്ങളിപ്പോ ഏത് ലോകത്തിലാ? ഇന്നത്തെ കാലത്ത് ഭൂതമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഡോണ്ട് വറി, ഈ ലഡ്ഡു സിംഗ് ഉണ്ടെന്ന് അറിഞ്ഞാൽ 50 കിലോമീറ്റർ ദൂരെ വരെ ഭൂതത്തിന് കാല് വെക്കാൻ തന്നെ പേടിയാ. ഓ അതൊക്കെ വിട്ടേക്കണ ലഡ്ഡു സിംഗ് സാറേ. നമ്മളൊക്കെ ഒരുമിച്ച് നിന്നാ അതൊക്കെ നല്ലത്. ആരെങ്കിലും കാണാതായ എന്നോട് പരാതി പറയരുത്. അങ്കിൾ, ഇവിടെ ഭൂതം പ്രേതമൊന്നുമില്ല. ആരും നമ്മളെ പേടിപ്പിക്കാണ്. ഇല്ല, ഇങ്ങനെ ചിരി കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ കാണാതാവും. അത് ഉറപ്പാ. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ ദാ പോടേ. അയ്യോ ഭൂതമണ്ടേ ഭൂതമണ്ടേ. ഓ ഓ ഓ ആരും പേടിച്ചോടണ്ട. എല്ലാവരും ഒന്ന് നിൽക്കൂ. ഇവിടെ ഭൂതം പ്രേതമൊന്നുമില്ല. അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നിന്ന് പോവാം. എല്ലാരും ഇവിടെ എത്തിയല്ലോ അല്ലേ? അല്ല റേബ, ലഡു സിംഗ് സാറിനെ കാണുന്നില്ലല്ലോ. എനിക്കറിയില്ല. നമുക്ക് അകത്ത് ചെന്ന് നോക്കാം. വേഗം വാ, വരൂ. ലഡു സിംഗ് സാറേ, എന്താ പറ്റിയത്? ഓഹോ, എല്ലാരും പുറത്തേക്ക് പോയോ? അവരുടെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി എനിക്കും ഇപ്പൊ അവരോടൊപ്പം പോകാനുണ്ടെന്നേ. ശിവ, ഞാനിപ്പോ ഈ വീഡിയോ കണ്ടപ്പോഴുണ്ടല്ലോ, അതിലൊരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുവിന്റെ വായിലുള്ള ഓടക്കുഴലിൽ കൂടി ഒരു ഈച്ച അകത്ത് പോയിട്ട് പുറത്തേക്ക് വന്നു. അപ്പൊ എന്താ? അവിടെയുള്ള എല്ലാ സ്റ്റാച്ചുകളും കല്ലിന്റെ അല്ലേ? ആ ശില്പങ്ങളിലുള്ള ഓടക്കുഴലുകളിൽ ഹോളുകൾ ഇല്ലായിരുന്നു. ഈ ഒരു ശില്പത്തിന്റെ ഓടക്കുഴലിലെ ഹോളുള്ളത്. ഇതെങ്ങനെയാ സംഭവിക്കുക? അതായത് ആ ഈച്ച എങ്ങനെ അകത്തേക്ക് പോയിട്ട് വന്നേ? ഓ, എന്നാ നാളെ രാവിലെ തന്നെ ചെക്ക് ചെയ്യാം. അല്ല, ഈ സ്റ്റാച്ചുവിലുള്ള ഓടക്കുഴലിൽ ഒരു ഹോളും കാണുന്നില്ലല്ലോ. ശിവ, ഇങ്ങോട്ട് നോക്ക്. ഈ ഓടക്കുഴലുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി ഇവിടെ വേറൊരു സ്റ്റാച്ചു ആയിരിക്കാം. ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇതിന്റെ ടെക്സ്ചർ ഒന്നും വളരെ പഴയതായിട്ട് തോന്നില്ല. ഇത് നനഞ്ഞിരിക്കുകയാണല്ലോ. ഇപ്പൊ പെയിന്റ് അടിച്ചതുപോലെയുണ്ട്. ലഡു സിംഗ് സർ, ഇവിടെയുള്ള സ്റ്റാച്ചു മുഴുവനും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. അതെ ശിവ, എനിക്കിത് കാണുമ്പോ ഡ്യൂപ്ലിക്കേറ്റ് ആയി തോന്നുന്നുണ്ട്. ശരിയാണ് ലഡു സിംഗ് സാറേ, ഇതേതോ വലിയൊരു ഗാങ്ങിന്റെ പണിയാണ്. എന്താ പറയുന്നേ? നമ്മുടെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്നാ തോന്നുന്നേ. ഈ മൂർത്തിക്കാരനെ ആർക്കും പറ്റിക്കാനാവില്ല. എന്ന് പേടിപ്പിച്ച് ഓടിക്ക്. എന്ത് മനോഹരമായ ഒരു ഗുഹയാണത്. എത്ര ഭംഗിയുള്ള സ്കൾപ്ചർ ആണല്ലേ. അതെ, ആരെന്റെ പുറകെ വന്ന് നിക്കുന്നത്? ആരാണെന്ന് ചോദിക്കുന്നില്ല ചേട്ടാ. ഭയങ്കര ഭാരാണല്ലോ. ലഡു സിംഗ് സാറേ, എന്താ പറ്റിയത്? എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. വീണ്ടും വന്നു. സിംഗ് സാറേ, എഴുന്നേറ്റോ കേട്ടോ. ഞാൻ എന്തായാലും അവരുടെ പുറകെ പോട്ടെ. അവിടെ നിന്നേ, ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. ഞാനും വരുന്നുണ്ട് ശിവ.
വേഗം പോകൂ കുട്ടി. അങ്ങനെ പോകുമെന്ന് വിചാരിക്കേണ്ട. എല്ലാവരും ഞാൻ കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ഇതൊന്നും ഭൂതങ്ങളെയല്ല. പിടിക്കൂ, വേഗം പിടിക്കൂ. എവിടെ എവിടെയാ ഭൂതം? എവിടെന്ന്? ഇവിടെയുണ്ട്. എന്തിനാ വിളിച്ച്? എന്റെ പൊന്നോ, ഈ കൊച്ചു ഭയങ്കര ക്യാമനാണല്ലോ. ഇവന് വേറെ എന്തെങ്കിലും പണി ഒപ്പിച്ചാൽ ശരിയാവൂ. ഞാനും ഇവിടെ ഭൂതങ്ങളുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ ഭൂതങ്ങളാണെന്ന് വിശ്വസിക്കാൻ എനിക്കും അല്പം പ്രയാസമുണ്ട്. എന്തെങ്കിലും കാരണം കൊണ്ട് ഗുണ്ടകളായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഒരു കാരണവുമല്ല, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ശരിക്കുള്ള ശിലകൾ മാറ്റി അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വെക്കാനാണ് പരിപാടി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ശില്പങ്ങളാ. ഓരോ ശില്പത്തിന് കോടിക്കണക്കിന് വില വരും. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ചെക്ക് ചെയ്യാം. അതുവരയ്ക്കും ആരും അങ്ങോട്ട് പോകാൻ തുനിയരുത്. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങിയാൽ മതി. ഇത് നമുക്ക് എല്ലാവരെയും കഴിക്കണം. അതെ, പുറത്താരോ പാട്ട് പാടുന്നുണ്ടല്ലോ. ഇന്ന് നീയാണ് ഞങ്ങളുടെ തന്തൂരി. എന്ത് പറ്റി? എന്തൊരു ശബ്ദം? ലഡു സിംഗ് സാറേ, എന്താ? ഓഹോ, ലഡു സിംഗ് സാറേ, പിന്നെയും ബോധം കേട്ടോ. എന്ത് പറ്റി? ഭൂതം എന്നെ മയക്കിട്ട് പോയി. ഇപ്പൊ ശരിയാക്കാം. വേണ്ട, അങ്ങോട്ട് പോലെ ശിവ. ഭൂതം വന്നു. ഭൂതം വന്നിരിക്കുന്നു. ശിവ, അവിടെ നിക്ക്. വേഗ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് കടക്കണം. ഒരു ശില്പം പോലും ഇവിടെ അവശേഷിക്കരുത്. മൂർത്തി ഉണ്ടാക്കിയ ഒരു അടയാളം പോലും ഇവിടെ കാണരുത്. എങ്കിൽ അവര് സംശയിക്കും. വേഗം വാ. ലഡു സിംഗ് സാറേ, ശിവയെ ചെന്നൊന്ന് സഹായിക്കേ. ഞാൻ എങ്ങനെ ഇപ്പൊ ഭൂതത്തിനോട് ഫൈറ്റ് ചെയ്യുന്ന? വരൂ വരൂ, കൂടെ വരൂ. നമുക്കിപ്പോ പരിചയപ്പെടാൻ വരൂ. വാ. ഹലോ, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഈ ലഡു സിംഗ് സാർ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ആണോ? എന്താ ഒന്ന് കാണട്ടെ. ഇതെന്താ? ലഡു സിംഗ് സാർ വീണ്ടും ബോധം കേട്ടോ. എന്റെ അമ്മ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ഓടിക്കോ ശിവ, ശിവ. ലഡു സിംഗ് സാറേ, ലഡു സിംഗ് സാറേ, എണീക്ക്. ഇവരെപ്പോഴാ തിരിച്ചു വന്നത്? ഞാൻ കുറച്ചേരം കൂടി ബോധം കെട്ടി വീഴട്ടെ. ഇനി പുറകെ പോകാനുള്ള വഴി കണ്ടുപിടിക്കണം. അല്ല, ഇവിടെ പുറകെ പോകാനുള്ള ഒരു വഴിയും കാണുന്നില്ലല്ലോ. എവിടെയായിരിക്കും വഴിയുള്ളത്? മര്യാദയ്ക്ക് പറയ്. ഞാനിപ്പോ പറയാം, എന്ന് വിട്ടേക്ക്. ഓഹോ, അപ്പൊ ഇതൊരു മനുഷ്യനാണ്. ഇനി ഞാൻ വെറുതെ വിടില്ല. വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. വേഗം പറഞ്ഞോ, നിന്റെ ആൾക്കാരൊക്കെ എങ്ങോട്ടാ പോയത്? ആ ബട്ടൺ പിടിച്ച് വലിച്ച അങ്ങോട്ടുള്ള വഴിയുടെ വാതില് തുറക്കും. അതുവഴി അങ്ങ് പോയാ മതി. എല്ലാ മൂർത്തിയും കയറ്റി വണ്ടി പോയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. പിടിച്ചു കെട്ട്, ഇവനെ പിടിച്ചു കെട്ടാൻ. ഞാൻ പോയി ശിവേനെ സഹായിക്കാൻ പോട്ടെ.
അവനിപ്പോ എന്റെ സഹായം അത്യാവശ്യമാണ്. ഒരു ധീരനായ പോലീസുകാരന്റെ സഹായം. അതാണ് ഞാൻ പോകുന്നത്. ആ ചെറുക്കൻ ഈ ട്രക്കിന്റെ മുകളിലെത്തിയെന്ന് തോന്നുന്നു. ചെല്ല്, ചെന്ന് അവനെ അങ്ങ് തീർത്തേക്ക്. ഓക്കെ ബോസ്. എന്റെ പൊന്നേ, ഒരു തലവേദന പിടിച്ചാണല്ലോ ഈ കുട്ടി. ഞാനാണെങ്കിൽ മര്യാദയ്ക്ക് കള്ളത്തരം ചെയ്ത് ജീവിക്കുകയായിരുന്നു. അതിനിടയിലേക്ക് കയറി വന്ന് നശിപ്പിച്ചു. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. അയ്യോ, ശിവ, ശിവ എന്നാണ് എന്റെ പേര്. മനസ്സിലായി മനസ്സിലായി, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ ശിവാന്ന് മാത്രമേ വിളിക്കൂ, കുട്ടിയെന്ന് വിളിക്കില്ല. പിന്നെ ഒരു കാര്യം, ഞാനൊരു ഫൈറ്റർ ഒന്നും അല്ല, ഞാനൊരു കൊച്ചു ബിസിനസ് മാനാ. എന്നെ വിട്ടേക്ക്. ഇനി അടി വാങ്ങാനുള്ള ശേഷിയൊന്നും എന്റെ ശരീരത്തിനില്ല. എന്നെ തള്ളി താഴേക്കിടല്ലേ, ഞാനങ്ങ് വേണമെങ്കിൽ പോകാം. എന്തിനാ ഭൂതത്തെ വെച്ച് നിങ്ങൾ എന്തിനാ മോഷണം നടത്തിയത്? ഓക്കേട്ടിന് ഞാനിപ്പോ പിടിച്ചല്ലോ. അതെ, 50 കിലോമീറ്റർ ദൂരെ വരെ. ഡയലോഗ് അടിച്ചെന്റെ ചെവിയുടെ വേദനിപ്പിക്കല്ലേ. അടി കൊണ്ട് തന്നെ ഞാനൊരു വഴിക്കായിരിക്കുക. ഓ, എന്റെ നടുവേദനിച്ചിട്ട് വയ്യ. നീ എന്നെ ഒരുപാട് പേടിപ്പിച്ചുല്ലേ. ഇനി ലോക്കപ്പിൽ നിന്നെ ഭൂതമാക്കി മാറ്റി പഴുപ്പിച്ച വടിയോണ്ട് നിന്നെ ഞാൻ തല്ലിട്ടില്ലെങ്കിൽ നോക്കിക്കോ. Watch India's largest kids library only on Jio Hotstar. Download the app now.